ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അതിന്റെ ഞെട്ടലിലാണ് രാജ്യമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. വലിയൊരു കണക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. വലിയൊരു വിഭാഗം അനധികൃതമായി ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ കണക്കുകൾ ചെറിയ കണക്കുകളല്ല പ്രശാന്ത് സാർ, ലക്ഷങ്ങളുടെ കണക്കാണ്. എങ്ങനെ ഇന്ത്യയിൽ ഇത് സാധിച്ചു? ഈ വിഷയത്തിൽ ഇനി ഇന്ത്യ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ്? അത് വളരെ ബുദ്ധിപൂർവം ഈ ഇന്ത്യ ഗവൺമെന്റ് ഒരുപക്ഷെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചതെന്ന് വേണം കരുതാൻ. കാരണം ഇതിനകത്ത് വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയാണ്, മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞാൽ പുള്ളി പറയുന്ന വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ഏതാണ്ട് 9 ലക്ഷം പേരെങ്ങാണ്ട് വോട്ട് ചെയ്തു, അല്ല 90 ലക്ഷം, 9 ലക്ഷം ആണ് 90 ലക്ഷം, കൃത്യ കണക്ക് എനിക്കറിയത്തില്ല. അതിനുശേഷം അതിന് വ്യക്തത വരുത്തി വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു, അത് പോസ്റ്റൽ വോട്ടുകളാണെന്നും എന്നൊക്കെയുള്ള രീതിയിൽ അതിന് വ്യക്തത വരുത്തി പറഞ്ഞാണ്. ഇപ്പം ബീഹാറിലെ ഇലക്ഷൻ വന്നപ്പോൾ പുള്ളിക്കുള്ള പ്രശ്നം അതല്ല, വോട്ടർ പട്ടികയിലെ പേര് അവിടെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവർ വോട്ട് ചെയ്തു, ഇവിടെ പറഞ്ഞ വോട്ടർ പട്ടികയിലെ പേര് ആവശ്യമില്ലാത്തവരെ നീക്കം ചെയ്യുന്നു, അത് ശരിയായ നടപടിയല്ലെന്ന് പറഞ്ഞ് പുള്ളി ഉൾത്താൻ വന്നു. അപ്പൊ അതിനകത്ത് വേറെ വലിയ രീതിയിൽ ഇടപെട്ടാൽ പുള്ളിയുടെ മനസ്സിലിരിപ്പും ഈ രാജ്യദ്രോഹികളുടെ കൂടെ നിൽക്കുന്നതും അവരെ ആരുപയോഗിക്കുന്നതും എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരും. അപ്പൊ ഇതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്, ബംഗ്ലാദേശികളും രോഹിംഗ്യ മുസ്ലിങ്ങൾക്കും വോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ സഹായിക്കുന്നു. അതായത് ഇതിന്റെ അർത്ഥം എന്താ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ മൗലിക അവകാശം രേഖപ്പെടുത്താൻ മറ്റൊരു രാജ്യത്തെ പൗരന്മാർക്ക് സാധിക്കുന്നു. രോഹിംഗ്യൻ മുസ്ലിങ്ങൾ, മ്യാൻമറിൽ നിന്നുള്ള, അതായത് ഏറ്റവും ഭീകരമായിട്ട് ഒരു രാജ്യത്തും കയറ്റാത്ത രോഹിംഗ്യ മുസ്ലിങ്ങൾ, അതുകൊണ്ട് 11,000 പേരെ ഇപ്പൊ ബീഹാർ കണ്ടെത്തിയിട്ടുണ്ട്, അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഇത് വളരെ കാലം തൊട്ട് പശ്ചിമ ബംഗാളിൽ ഈ പറയുന്നത് പോലെ ഇത് പർപ്പസ്ഫുള്ളി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം മമതാ ബാനർജി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. ഏതാണ്ട് 6ഓളം സംസ്ഥാനങ്ങൾ അവിടുത്തെ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് അവരെ കീഴ്പ്പെടുത്തി ഈ പറയുന്ന രോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശും കൈയടക്കി വെച്ചിരിക്കുന്നു. അവിടുത്തെ ഇന്ത്യയിലാണോ എന്ന് പോലും, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉതകുന്ന രീതിയിലല്ലാത്ത ഭരണം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കാൻ പ്രാപ്തമായിട്ട് നിൽക്കുന്ന ബംഗ്ലാദേശികൾ, ഇവർക്കെല്ലാം തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടേഴ്സ് കാർഡ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സംവിധാനമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ലോബിയുണ്ട്. അതിന് സഹായമായി നിൽക്കുന്ന മുഖ്യമന്ത്രി പോലും നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളം, ആസാം, പശ്ചിമ ബംഗാൾ, ഈ പറയുന്നത് പോലെ മറ്റു 2 സംസ്ഥാനങ്ങൾ. അപ്പൊ ഇവിടെ എല്ലാം ഈ നീക്കത്തിലേക്ക് പോകും. ഫസ്റ്റിലെ വരുന്ന ബീഹാറിൽ ഈ നീക്കമായിട്ട് പോയി. അവർ പറഞ്ഞു ഇന്നതുള്ള രേഖകൾ കൊണ്ടുപോവാ, രേഖകൾ കൊണ്ടുപോകുന്നതിനകത്ത് സംശയമുള്ളവരുടെ പൂർവികമായിട്ടുള്ള രേഖ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ ഏതാണ്ട് 57 ലക്ഷം പറയുന്ന ഈ പറഞ്ഞ രോഹിംഗ്യങ്ങൾ ബംഗ്ലാദേശിലും ഉണ്ട്. അതുപോലെ 18 ലക്ഷം, 17.9 എന്നാ ഞാൻ കേട്ടത്, 17.9 ലക്ഷം പേര് മരിച്ചവർ വീണ്ടും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇതൊക്കെ ചിലപ്പോൾ പറയട്ടെ, ഈ മരിച്ചവർ വന്ന് വോട്ട് ചെയ്തിട്ട് പോയി, മരിച്ചവർ വന്ന് വോട്ട് ചെയ്തിട്ട് പോയി, അപ്പൊ മരിച്ചവരെ വോട്ടർ ലിസ്റ്റിൽ നീക്കം ചെയ്തിട്ട്, അപ്പൊ ഇതെല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം NRC അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പൗരത്വ നിയമ ഭേദഗതി, ഇവിടെ എന്താണ് പ്രശ്നം? പൗരത്വം, ഇവിടെ അർഹതയുള്ളവന് പൗരത്വം കൊടുക്കും, അപേക്ഷിച്ചിട്ടുള്ളവന് പൗരത്വം കൊടുക്കും. അതിനകത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് 2 രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിട്ടു. അവിടുത്തെ ന്യൂനപക്ഷം ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ, ഇവിടുത്തെ ന്യൂനപക്ഷം പാകിസ്ഥാനികൾ, ഇവർക്ക് നാളെ കാലത്ത് എന്തെങ്കിലും പീഡനം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ പരസ്പരം അതിനപ്പുറമുള്ള രാജ്യത്തിലേക്ക് പോകാൻ ഒരു തീരുമാനം, അല്ലെങ്കിൽ രാജ്യം ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനം അന്ന് കൊണ്ടുവന്നു. ഇപ്പോഴാ ആ തീരുമാനം നടപ്പാക്കി വരുന്നതിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ തയ്യാറാണ്. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇവിടുത്തെ പാകിസ്ഥാനെ അല്ല ഇവിടുത്തെ മുസ്ലിങ്ങളെ പുറത്താക്കാനാന്ന് പറഞ്ഞു. കാരണം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു, ആ രീതിയിൽ കലാപം ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? ഇതുപോലെ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ബംഗ്ലാദേശികളെ, രോഹിംഗ്യൻ മുസ്ലിങ്ങളെ, പാകിസ്ഥാനികളെ, അവരെ കണ്ടെത്താൻ സമ്മതിക്കുകയും അവരെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയും ഉണ്ടാവരുത്. ഇവരെ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് വേറെ ആവശ്യത്തിനൊന്നും അല്ല, ഇന്ത്യ ഡെവലപ്മെന്റ്സിന് വേണ്ടിയല്ല. ഇന്ത്യക്ക് നാളെ കാലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു കലാപം ഉരുത്തിരിക്കാൻ ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഇന്ത്യക്ക് പുറത്തുള്ള പാകിസ്ഥാനും ബംഗ്ലാദേശിനും ചൈനയ്ക്കും ഒക്കെ തീരുമാനിച്ചാൽ ഇവരെ ഉപയോഗിക്കാം. ഇവർ പലരും ഈ പറയുന്ന വോട്ട് ചെയ്യുന്നവർ ഇവിടുത്തെ പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലെ സ്ലീപ്പർ സെല്ലുകൾ നിൽക്കുന്നവരാണ്. ഇന്ത്യക്ക് ഒരു വിഷയം വന്നാൽ ഇന്ത്യയുടെ കൂടെ നിൽക്കാത്തവരാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഇപ്പം NRC വന്നപ്പോഴും മറ്റുള്ള പരിശോധന വന്നപ്പോൾ വലിയ എതിർപ്പായിരുന്നല്ലോ, വലിയ പ്രതിഷേധമായിരുന്നു. ഇപ്പൊ വോട്ട് ചെയ്യണമെന്ന്, വോട്ട് ചെയ്യാൻ അർഹതയുള്ളവനാണോ എന്ന് പരിശോധിക്കട്ടെ എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന് ഇലക്ഷൻ കമ്മീഷന് ഈ പറഞ്ഞ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിൽ പരിശോധിക്കാൻ ഉള്ള അധികാരമുണ്ടല്ലോ. ആ ഇലക്ഷൻ കമ്മീഷന്റെ അധികാരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോടതിക്കപ്പുറം അല്ലെങ്കിൽ കോടതിക്ക് സമമായിട്ടുള്ള അധികാരമുണ്ട്. അവർ പരിശോധിക്കാൻ തുടങ്ങി ഇന്ത്യക്കകത്ത് വ്യാജ വോട്ടുകളുണ്ടോ,
അല്ലെങ്കിൽ വോട്ട് ഇരട്ടിപ്പുണ്ടോ, അല്ല രണ്ടുപേർക്ക് ഒരാൾക്ക് രണ്ടിടത്ത് വോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ വോട്ട് ഇതുപോലെ ഇപ്പോഴും നീക്കം ചെയ്യാൻ നിലനിൽപ്പുണ്ടോ? പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ വന്നത്. ഇതിനകത്ത് രണ്ടാമത് ഒരു കാര്യം, രണ്ടാമത് വേറെ കാര്യമുണ്ട്. ഇന്ത്യയുടെ പുരോഗതിയെ ബാധിക്കുന്ന, എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുന്ന സംഭവം. ഇപ്പൊ പശ്ചിമ ബംഗാളിലും ആസാമിലും ഒക്കെ ഈ പറയുന്ന പോലെ രോഹിംഗ്യ മുസ്ലിങ്ങളും ബീഹാറിലും ഒക്കെ രോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശിലും ഉണ്ട്. ഇവർക്ക് റേഷൻ കാർഡ് ഉണ്ടോ? തിരിച്ചറിയൽ കാർഡ് ഉണ്ടോ? ഇവർക്ക് എല്ലാ സംവിധാനവും ഉണ്ടോ? ഇവിടെ ഇന്ത്യൻ പൗരരായിട്ടാണോ നിൽക്കുന്നത്? ഇന്ത്യൻ പൗരന്മാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തു പോകുന്ന ഒരവസ്ഥ, അതായത് ഇവിടുത്തുള്ളവന് കിട്ടേണ്ടത് അർഹതയുള്ളതിന് കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആ അർഹത മറ്റു പലർക്കും ആയിട്ട് വീതിച്ചു പോകുന്ന അവസ്ഥ, അനർഹരായിട്ടുള്ളവർ. അപ്പൊ ആ രീതിയിലും ഇവരെ തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അകത്തുള്ള ഈ പല ആനുകൂല്യങ്ങളും ഇന്ത്യക്ക് അകത്തുള്ളവർക്ക് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണക്കാരന് കൊടുക്കുമ്പോൾ, പാവം പിടിച്ചവന് കൊടുക്കുമ്പോൾ, അത് ഇന്ത്യക്കാരന് കിട്ടുന്നതിന് വേണ്ടി ഉറപ്പുവരുത്തുവാനും സാധിക്കും. അപ്പൊ ഈ രീതിയിലേക്കുള്ള ഒരു വലിയ കൃത്യമായിട്ടുള്ള ഒരു നീക്കം ഇന്ത്യ ഗവൺമെന്റും ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഒത്തുചേർന്ന് നടത്താൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെ നടത്തിയിരിക്കുന്നു. അത് ആദ്യം ഇലക്ഷൻ നടക്കുന്നത് ബീഹാറിലായതുകൊണ്ട് അവിടെ പരിശോധിച്ചപ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. ഇത് ഒരുപക്ഷെ പശ്ചിമ ബംഗാളിലേക്ക് വരും. ആസാമിൽ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആസാമിൽ നേരത്തെ ഈ വിഷയമുണ്ട്. ആസാമിൽ ഇപ്പൊ ഇന്ന് ആസാം മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്ന 10 ലക്ഷം ഏക്കർ ഇതുപോലെ രോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളും കീഴടക്കി തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞത്. 10 ലക്ഷം ഏക്കർ ഭൂമി അവിടെ ഉള്ളവന്റെ കീഴടക്കി ഈ പറയുന്നവരുടെ കയ്യിലാക്കി വെച്ചിരിക്കുന്നത് തിരിച്ചു പിടിക്കാന്ന് ഇപ്പൊ ആസാം മുഖ്യമന്ത്രി ഇന്നത്തെ പ്രസ്താവന കണ്ടിരിക്കുന്നത്. അവിടെ പിന്നെ അവിടുത്തെ നാട്ടുകാർ തന്നെ ഇതിനകത്ത് നേരത്തെ ഇറങ്ങിയായിരുന്നു. കാരണം അവര് പറയുന്ന അവരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. മുസ്ലിങ്ങൾ തന്നെ വെളിയിൽ നിന്ന് വന്ന ഈ ബംഗ്ലാദേശികളെയും അല്ലെങ്കിൽ അത്തരത്തിൽ മുസ്ലിങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചു. അവിടെ എല്ലാവരും ചാർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇതിനു മുമ്പേ തന്നെ തീരുമാനമെടുത്തു. എന്നാലും അവിടെയും പരിശോധന കൃത്യമായിട്ട് ഉണ്ടാകും. അപ്പൊ അവിടുത്തെ പരിശോധനയ്ക്കകത്ത് നാട്ടുകാർ ഉൾപ്പെടെ നിൽക്കുക. അതിന്റെ ജാതിയും മതമൊന്നുമില്ല. ഇവരും പറയും മുസ്ലിങ്ങൾ തന്നെ പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളാ, ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല, ഇവനൊന്നും ഇവിടുത്തെ മുസ്ലിം അല്ല, ഇന്ത്യക്ക് വെളിയിലുള്ള, അവനെ ഞങ്ങൾ ഓടിച്ചോളാം എന്നുള്ള രീതിയിൽ ആസാമിലെ പ്രശ്നം. പശ്ചിമ ബംഗാളിൽ ഭരണകൂടത്തിന്റെ ആനുകൂല്യം കിട്ടും, അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വരും. പരിശോധന സമയത്ത് വലിയ സംഘർഷം ഉണ്ടാകും. മമതാ ബാനർജി അറിയാമല്ലേ, ഇറങ്ങി മൈക്കുമായിട്ട് ഇറങ്ങി ഇതുപോലെ ചില പ്രശ്നങ്ങൾ വരുമ്പം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഭദ്രകാളിയുടെ കൂട്ട് തുള്ളാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ വരുന്ന വഴിക്ക് നമുക്ക് കാണാം. കേരളത്തിലും ഈ പരിശോധന വേണ്ടി വരും. കേരളത്തിൽ നമുക്കറിയാലോ, എറണാകുളം അല്ലെങ്കിൽ മറ്റു പല പ്രദേശങ്ങളിലും ഈ പറയുന്ന പല ആൾക്കാരും നമ്മുടെ തൊഴിലാളികൾ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ വരുന്ന തൊഴിലാളികൾ ഉണ്ട്. അവർക്കും ഇതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റും സ്ഥലവും മറ്റു കാര്യങ്ങളും ഒക്കെ തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞുകൊണ്ടുള്ളത് ബംഗ്ലാദേശികൾ കൂടുതലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. പലരെയും പിടിച്ചു, വസ്തു മേടിച്ചു, വ്യാജ ഇതൊക്കെ ഉണ്ടാക്കി ഇവിടെ വസ്തു മേടിച്ച് താമസിക്കുകയായിരുന്നു ബംഗ്ലാദേശികൾ. അപ്പം ഈ രീതിയിലൊക്കെയുള്ള പരിശോധന കേരളത്തിലുണ്ട്. 2026 കേരളത്തിൽ അത്തരത്തിൽ ഇലക്ഷൻ വരികയാണ്. അപ്പം ഇതിനകത്ത് NRC കൊണ്ടും പൗരത്വ ഭേദഗതി നിയമം കൊണ്ടും നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നടപ്പാക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ചിലരെ സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധരെ സംരക്ഷിക്കുന്നതിനും വേറെ ചില തെറ്റിദ്ധരിപ്പിച്ച് രീതിയിലേക്ക് പോവുകയും അത്തരത്തിൽ സമരങ്ങൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപൂർവം ഈ പറയുന്നവരെ തിരിച്ചറിയാൻ, എളുപ്പത്തിൽ കണ്ടെത്താൻ, പുറത്താക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രീതി വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചു ഡീറ്റെയിൽസ് എടുത്ത് ഈ പറയുന്ന ആൾക്കാരെ പുറത്താക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ആരധികാരത്തിൽ വരണമെന്ന് ഇന്ത്യക്കാരൻ തീരുമാനിക്കും. പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് എടുത്തു പറയുന്നതിന് കാരണം അവിടാണ് ഏറ്റവും കൂടുതൽ. അവിടുത്തെ ആരധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ. അതിനുവേണ്ടി അവരെ അവിടെ കൊണ്ടുവന്ന് ഇതുപോലെ താമസിപ്പിച്ച് പല പ്രദേശങ്ങളും വോട്ട് കുറവുള്ളിടത്ത് ഈ പറയുന്ന കൊണ്ടുവരുന്നവർ ഇവർക്ക് വോട്ടുണ്ടാക്കി അവർക്ക് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിനകത്തെ ഈ ജനാധിപത്യ സംവിധാനം, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൊണ്ടുവരുന്നില്ല, ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്നില്ല, യഥാർത്ഥത്തിലുള്ള അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്നതിന്, ഒരുപക്ഷെ മമതാ ബാനർജിക്ക് അധികാരത്തിൽ വരുന്നു, അതിന് മുമ്പിരുന്നവർക്ക് അധികാരത്തിൽ വരുന്നതിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ജനാധിപത്യ രീതിയിൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന, ഇന്ത്യക്കാർ വോട്ട് ചെയ്യുന്ന, ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കോ ജനാധിപത്യ സംവിധാനത്തിന്റെ സുരക്ഷിതത്വത്തിനും കൂടിയാണിത്, ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും കൂടിയാണിത്, ഇന്ത്യയിലെ സാധാരണക്കാരന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവന് തന്നെ കിട്ടുന്നതിന് വേണ്ടിയാണിത്. അത്തരത്തിൽ ഉള്ള ഒരു നീക്കമാണ് ഇത്. വലിയ ഒരു നീക്കം തന്നെയാണ്. തുടക്കത്തിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. ഈ സർജിക്കൽ സ്ട്രൈക്കിൽ കൂടി ഇവിടുത്തെ കടന്നുകയറ്റക്കാർ അല്ലെങ്കിൽ അവര് ഇന്ത്യയിൽ നാളെ കാലത്തെ അവരെ ഹോൾഡ് ചെയ്താൽ അവർ വിചാരിച്ചാൽ ഇന്ത്യയിൽ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാകുമ്പോൾ ബീഹാറിൽ നിന്ന് ഈ പറയുന്ന കള്ളത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിലും ഇന്ത്യക്കാരായിട്ട് നിൽക്കുന്നവർ കലാപത്തിൽ ഉരുത്തിരിഞ്ഞാൽ ഏതാണ്ട് അവിടെ നിന്ന് തന്നെ 1 കോടി പേരോളം വരും, അല്ലെങ്കിൽ 60-70 ലക്ഷം പേരോളം വരും. 70 ലക്ഷം പേര് ഒരു സംസ്ഥാനത്തിൽ നിന്ന് മാത്രം ഇന്ത്യക്കെതിരെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അത് മതി
ഒരു 140 കോടി ജനം ഒക്കെ ഉണ്ടെങ്കിൽ കലാപം ഉണ്ടാക്കാൻ 2-3 കോടി ജനം മതി, ആയുധധാരികളായിട്ടും അല്ലെങ്കിൽ ഒരേ മനസ്സുമായിട്ടും. അങ്ങനെയാണ് പല രാജ്യങ്ങളും നടത്തുന്നത്. അത്തരത്തിലുള്ള നീക്കം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു കാര്യം കൂടിയാണ് ഈ നടത്തിയിരിക്കുന്നത്. ഒരു പരിധിവരെ ആദ്യത്തെ സംരംഭം തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ സംസ്ഥാനത്തിന് അത് വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. യെസ്, അതാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം. ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ബീഹാറിൽ ഇന്ത്യ ഇതാ ഇത്തവണ നടപ്പാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ദൗത്യം പൂർണ്ണമായും വിജയത്തിലെത്തിച്ചു എന്ന് നമുക്ക് പറയാം. കൃത്യമായി ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ കുടിയേറ്റക്കാരൊക്കെയുണ്ട്, യോഗ്യരല്ലാത്ത എത്ര ആളുകൾ അക്കമിട്ട് നിരത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്, ഈ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. തുടക്കത്തിലെ കോൺഗ്രസ് എന്തിന് ഇതിനെ എതിർത്തു എന്നുള്ളതിന്റെ ഉത്തരം കൂടിയാണ് പുറത്തു വന്ന ഈ കണക്കുകൾ എന്ന് പറയുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.